ലോകത്ത് തന്നെ ഓരോ സെക്കൻഡിലും 40 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അഥവാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വാചകം പൂർത്തീകരിക്കുമ്പോൾ അത്രയും ആളുകൾ 40ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ എത്രമേൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മനുഷ്യന്മാർ ഡിപ്രഷനിലേക്ക്, അന്തസംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് പരിഹാരം? അത് വളരെ ലളിതമാണ്. ലളിതമായ യുക്തിയാണ് ഈ വിഷയത്തിലുള്ളത്. എന്നെ ഈ പ്രദേശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നത് ഞാൻ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നു, വ്യക്തിപരമായി എന്തെങ്കിലും മനസ്പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുഃഖിക്കുന്ന, അത് കുടുംബപരമാകട്ടെ, വ്യക്തിപരമാകട്ടെ, സാമൂഹ്യപരമാകട്ടെ, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന വിധം ആർക്കെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇതിനുള്ള മാർഗം? എന്താണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള മാർഗം? മനുഷ്യൻ നിർഭയത്വത്തിലേക്കും അച്ചടക്കത്വത്തിലേക്കും തിരിച്ചു വരാനുള്ള മാർഗം എന്താണ്? അതിന് ശരിയായ ജീവിത വീക്ഷണം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രക്ക് ഒരുങ്ങുന്ന സമയത്ത് എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് എത്തേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് ഡ്രൈവറും യാത്രക്കാരുമെങ്കിൽ വല്ലാത്തൊരു സമാധാനമായ യാത്രയിലുണ്ടാവും. അതിനുവേണ്ടി കയറി ഇരുന്നിട്ട് ഡ്രൈവർ ചോദിക്കുകയാണെങ്കിൽ എങ്ങോട്ടാ വിടേണ്ടത്. അപ്പം യാത്രക്കാർ പറയണത്, ഒരാൾ പറഞ്ഞു ഈ വഴിയാ തോന്നുന്നുണ്ട്, മറ്റേ ആൾ പറഞ്ഞു അതല്ല ഇങ്ങോട്ട് ഇടത്തോട്ടാണ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു നേരെയാണ്, നാലാമത്തെ ആൾ പറഞ്ഞു ശരിക്ക് തിരിച്ചു പോകണം. ഈ ഡ്രൈവർ എന്ത് ചെയ്യും? യാത്ര എന്താ ചെയ്യുക? അങ്ങനെ അവസാനം ബഹളം വെച്ച് ഒരാൾ പറഞ്ഞു നേരെയാണ്. അപ്പം നേരെ വിട്ടു. നേരെ ഇങ്ങനെ കുറച്ചാണ് ചെല്ലുമ്പോൾ വീണ്ടും പറയണതല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല. അപ്പോൾ പിന്നെ മറ്റോ പറഞ്ഞ് സ്ഥിതിക്കുന്നത് വലത്തോട്ട് വിട്ടു. വലത്തോട്ട് പോയി കുറച്ചാണ് പോയി നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞു ഈ റോഡ് എന്തായാലും റോഡല്ല. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച്. ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്ന ഒരു യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര സമാധാനം ഉണ്ടാവും? ഇവരൊരു ആവശ്യത്തിലാണ് പോണത്, ആ സമയത്ത് അവിടെ എത്തണം. പക്ഷേ എത്തേണ്ട വഴി പോലും നിശ്ചയിക്കാത്ത ഒരു യാത്രാ സംഘത്തെക്കുറിച്ച് നമ്മൾ എന്തു പറയും? അവർക്കുണ്ടാകുന്ന അന്തസംഘർഷങ്ങൾ എത്രയാണ്? ഇതേപോലെയാണ് മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ചുള്ള അവ്യക്തതയാണ് ആളുകൾക്ക് അസമാധാനം ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് മനുഷ്യന് സമാധാനം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക എന്നതാണ്. ഇതൊരു യാത്രയാണ്, ഇതൊരു ജീവിത യാത്രയാണ്. ഈ യാത്ര തുടങ്ങിയതും അവസാനിക്കുന്നതും എവിടെയാണ്, എന്തിനാണ് ഞാനിവിടെ വന്നത്, ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും തൻ്റെ പിഞ്ചോമന പൈതങ്ങളായ 3 കുട്ടികൾക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് അവരെ കൊന്നു തീർക്കുകയും അച്ഛനും അമ്മയും ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ടാണ് പരീക്ഷയിൽ ഒരു മാർക്ക് കുറയുമ്പോഴേക്കും കുട്ടികൾ നേരെ കുളത്തിൽ പോയി ചാടുന്നത്. ഈ അസ്വസ്ഥത നിലനിൽക്കുന്നത് കൊണ്ടാണ് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുമ്പോഴേക്കും ബാത്റൂമിൽ പോയി തോർത്തുമുണ്ടെടുത്ത് അവിടെ കെട്ടിത്തൂങ്ങി നമ്മുടെ മക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ വാക്കത്തിയെടുത്ത് സ്വന്തം പിതാവിന്റെ തലക്ക് മുകളിൽ ആഞ്ഞു കൊത്തുന്നത്. എന്താണ് ജീവിതം എന്നറിയാത്തത് കൊണ്ടാണ്. ഈ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു ആദർശ പ്രയാണത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്.